എന്തായാലും വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ABC ലൈനുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും അത് നടപ്പാക്കുന്നത് മെല്ലെപ്പോക്കാവുന്നത് കൂടിയാണ് വലിയ അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഭാരിച്ചൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉണ്ടാകാം. പക്ഷേ ആളുകളുടെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഇത്തരം സമീപനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് കുരുന്നുകൾക്കൊക്കെ ജീവൻ നഷ്ടമാകുമ്പോൾ നമ്മുടെ പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുകയാണ്. ഇനി നമുക്ക് സംസ്ഥാനത്തെ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, എവിടെയൊക്കെ മഴ പെയ്യുന്നു, എവിടെയൊക്കെ മുന്നറിയിപ്പുകളുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്ന് വളരെ വിശദമായി തന്നെ നോക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകൾ, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുറത്ത് അനാവശ്യമായി പോകുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ വരുന്നുണ്ട്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയോട് കൂടിയാണ് തുടങ്ങിയത്. രാവിലെ മാത്രമല്ല, ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്യുകയായിരുന്നു. കോഴിക്കോട് അവസ്ഥയാണ് പറഞ്ഞത്. മറ്റിടങ്ങളിലും സമാനമായ അവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനങ്ങളുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മുന്നറിയിപ്പുണ്ട് നന്ദഗോപാൽ? നന്ദഗോപാലിലേക്ക് തിരിച്ചെത്താം. എന്തായാലും മഴ മുന്നറിയിപ്പുകൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് അതത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നത്. പ്രത്യേകിച്ച് റെഡ് അലേർട്ടുള്ള ജില്ലകളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, പ്രത്യേകിച്ച് ഡ്രൈവിംഗിലൊക്കെ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് കൂടിയാണ് പറയാനുള്ളത്. മഴക്കാലമാണ്, അപ്പോൾ അവധി ലഭിക്കുന്ന ദിവസങ്ങളിലൊക്കെ വീട്ടിലിരുന്ന് അപകടകരമായ പ്രവൃത്തികളൊന്നും ഏർപ്പെടരുത് എന്നുള്ളത് കൂടിയാണ്. നന്ദഗോപാലിലേക്കാണ് ഒരിക്കൽ കൂടി. നന്ദഗോപാൽ, കോഴിക്കോടൊക്കെ രാവിലെയും രാത്രിയും ഒക്കെ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു. ഇന്നും സമാനമായ അവസ്ഥ. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിലും അത്തരം അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തുടനീളം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്ദഗോപാൽ? തീർച്ചയായും ജിൽസി, ശക്തമായ മഴ പല സ്ഥലങ്ങളിലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിൽ അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ കോഴിക്കോട് പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാറ്റൽ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറിയത് ഇറങ്ങാൻ അല്പം പ്രയാസപ്പെടുന്നുണ്ട്. അത് അവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖലകളുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഇവിടെ തിരമാലകൾക്ക് ശക്തി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇവിടെയുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിലേക്ക് വിനോദയാത്രകൾക്ക് ഉൾപ്പെടെ പോകുന്നവരാണ് കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളതാണ് ഇവർ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത മുന്നിൽ കാണണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് നിലവിൽ ഏറ്റവും വലിയ പ്രതിസന്ധി.